തദ്കിറത്തുൽ മുഹിബ്ബീൻ എന്ന ഗ്രന്ഥം പറയുന്നുണ്ട്, സ്വഹാബത്തിന്റെ പ്രേമം നമ്മൾ പഠിച്ചാൽ നമുക്ക് മനസ്സിലാവും നമുക്കൊന്നും യഥാർത്ഥത്തിൽ പ്രേമത്തിലേക്ക് എത്താൻ പറ്റിയില്ല. നമുക്ക് ബോധ്യമാകും. സയ്യിദ് ഇബ്നു ദഹ്ശൻ റളിയല്ലാഹു അൻഹുവിനെ ശത്രുക്കള് കൊല്ലാൻ വേണ്ടി ഹറമിൽ നിന്ന് ഹില്ലിലേക്ക് അഥവാ മക്കന്റെ പുറത്തേക്ക് കൊണ്ടുപോകും. ആ പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ അവിടെ തൂക്കുമരത്തിന്റെ അടുത്തെത്തിയപ്പോൾ സയ്യിദ് ഇബ്നു ദഹ്ശൻ റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുന്നുണ്ട്, നിങ്ങളെ തൂക്കുമരത്തിൽ നിന്ന് ഇറക്കിയിട്ട് നിങ്ങളെ രക്ഷപ്പെടുത്താം, പക്ഷെ നിങ്ങൾ ഇങ്ങനെ ഒന്ന് പറഞ്ഞാൽ മതി, എന്ത് ഈ തൂക്കുമരത്തിൽ മുഹമ്മദ് ആണെങ്കിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് ഒറ്റ വാക്ക് പറഞ്ഞാൽ മതി. വേണമെങ്കിൽ സയ്യിദ് ഇബ്നു ദഹ്ശൻ അങ്ങനെയൊക്കെ പറയാം, പക്ഷെ ആവൂല. ഹുബൈബ് അങ്ങക്കും സമാനമായ ചരിത്രമുണ്ട്. അവരെ രണ്ടുപേരുടെയും വർത്തമാനം കൂട്ടി വായിച്ച് നമുക്ക് ഇങ്ങനെ ബോധ്യം. എന്താ ബോധ്യാൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മുള്ളു തറക്കുന്നതല്ല, കാലിന് മുള്ളു തറക്കുന്നതല്ല, തറക്കുന്നത് കാണുന്നതുമല്ല. പിന്നെ മുള്ളു തറക്കുന്നത് ആലോചിക്കാൻ തന്നെ കഴിയുന്നില്ല, വേദനിക്കും. റസൂലുള്ളാഹിന്റെ കാലിന് മുള്ളു തറക്കുന്നത് ആലോചിക്കാൻ തന്നെ നമുക്ക് കഴിയുന്നില്ല. അതാണ് സ്വഹാബത്ത്.